ഹിജ്റ 300 മുമ്പ് വേണ്ട 100 കൂടി തരാം, 400 മുമ്പാണ് 500 ആയിക്കോട്ടെ, എടുക്കട്ടെ. 500 മുമ്പ് ഹിജ്റ 1 മുതൽ 500 വരെയുള്ള 5 നൂറ്റാണ്ട് കാലത്ത് നിങ്ങൾ ഈ പഠിപ്പിക്കുന്ന തൗഹീദ് പഠിപ്പിച്ച ഒരു മനുഷ്യന് കാണിക്കാൻ പറ്റും നിങ്ങൾക്ക്? നിങ്ങൾ എന്താ പറഞ്ഞത്? ഇബ്നു തൈമിയ വന്നിട്ട് ഇവിടെ പഴിപ്പിച്ചു എന്നാ. ഇബ്നു തൈമിയ വേണ്ട, വിട്ടോളി. ഇബ്നു തൈമിയ എന്ന് ജീവിച്ചിട്ടില്ല വിചാരിക്കുക, ഇസ്ലാമിന് നഷ്ടമൊന്നും വരാനില്ല. ഇസ്ലാം അല്ലാഹ് സംരക്ഷിക്കും. അത് ഒരു ഇബ്നു തൈമിയ അല്ലെങ്കിൽ വേറെ ഇബ്നു തൈമിയ അപ്പം വരും, അത്രയേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് ഉറപ്പാണ്, ഹിജ്റ 1 മുതൽ 400 500 വരെയുള്ള കാലത്ത് എഴുതപ്പെട്ട അഖീദയുടെ ഗ്രന്ഥങ്ങൾ ഏതെടുത്ത് പരിശോധിച്ചാലും ശരി, അതിൽ പഠിപ്പിക്കുന്ന വിശ്വാസം 100% ഞങ്ങൾ അംഗീകരിക്കുന്നുവെന്ന് പറയാൻ ഞങ്ങൾക്കൊരു പ്രയാസവുമില്ല. ഹിജ്റയുടെ ആദ്യ നൂറ്റാണ്ടുകൾ, 2-ാം നൂറ്റാണ്ടും 3-ാം നൂറ്റാണ്ടും 4-ാം നൂറ്റാണ്ടിലുമൊക്കെ ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട് തൗഹീദ് പഠിപ്പിക്കാൻ. ഉദാഹരണമായ ചില ഗ്രന്ഥങ്ങൾ സ്ക്രീനിൽ കാണാം നിങ്ങൾക്കിപ്പോൾ. അന്നത്തെ കാലത്ത് ഹിജ്റയുടെ ആദ്യ നൂറ്റാണ്ടുകളിൽ അഹ്ലുസുന്നയുടെ നേതാക്കന്മാർ പഠിപ്പിച്ചതാ കണ്ടോ, കിതാബു സിഫാത്ത്, ഇമാം ദാറഖുത്നി. കിതാബു സിഫാത്ത്, അല്ലാഹുവിന്റെ സിഫത്തുകൾ പഠിപ്പിക്കുകയാണ് ഇമാം ദാറഖുത്നി. ഹിജ്റ 200-കളിൽ ജീവിച്ച പണ്ഡിതനാ അദ്ദേഹം എഴുതിയ കിതാബു സിഫാത്ത് 100% ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞങ്ങളുടെ അഖീദ ആ അഖീദയാണ്, ഞങ്ങളുടെ വിശ്വാസം ആ വിശ്വാസമാണ്. ഒരു ഹർഫ് പോലും ഞങ്ങൾക്ക് വിടേണ്ടതില്ല. പറയാൻ പറ്റുമോ സമസ്തക്കാരന്? ഇതേപോലെ ഹിജ്റ 200-ൽ ജീവിച്ച ഒരു പണ്ഡിതന്റെ കിതാബ് എടുത്തിട്ട് ഈ കിതാബ് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയാൻ കഴിയോ? ഇമാം ദാറഖുത്നി ഈ കിതാബ് അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ല സഹോദര, അംഗീകരിക്കാൻ ഇവർക്ക് കഴിയില്ല. ഞങ്ങൾ അംഗീകരിക്കുന്നു, കഴിഞ്ഞില്ല. ദാറഖുത്നി മാത്രമല്ല, അന്നത്തെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതി. ആ ഗ്രന്ഥങ്ങൾ ഏതെടുത്താലും ശരി, അതിലൊക്കെ നമുക്ക് അവർ പഠിപ്പിച്ച അഖീദ എന്തോ അതൊക്കെ സ്വീകരിക്കാൻ. രണ്ടാമത്തെ കണ്ടോ, ഖൽഖു അഫ്ആലിൽ ഇബാദ്, ഇമാം ബുഖാരിയുടെ കിതാബാണ്. ഖൽഖു അഫ്ആലിൽ ഇബാദ് 194-ൽ ജനിച്ച് 256-ൽ മരിച്ച ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹം എഴുതിയ കിതാബാണ്. അദ്ദേഹം പഠിപ്പിച്ചതെന്തോ 100% ഞങ്ങൾ അംഗീകരിക്കുന്നു. നിങ്ങൾക്ക് പറ്റോ? ഇത് ജഹ്മികൾക്ക് മറുപടിയാ. ജഹ്മികളെ വിശ്വാസമായി ഇതിൽ ഇമാം ബുഖാരി എന്താണോ പറഞ്ഞത് ആ വിശ്വാസമാണ് പല വിഷയത്തിലും ഇപ്പൊ സമസ്തക്കുള്ളത്. അതേപോലെ ഇമാം ഇബ്നു ഹുസൈമയുടെ കിതാബ് തൗഹീദ്, ഇബ്നു ബത്തയുടെ അൽ ഇബാന അടക്കമുള്ള ഏതു ഗ്രന്ഥമെടുത്താലും ശരി, ആ ഗ്രന്ഥങ്ങളൊക്കെ അത് പഠിപ്പിക്കുന്ന വിശ്വാസത്തെ 100% അതേപോലെ ഞങ്ങൾ അംഗീകരിക്കുന്നു. ഒന്നിൽ പോലും മാറേണ്ടതില്ല. ഒന്ന് പോലും മാറേണ്ടതില്ല, മാറ്റേണ്ടതില്ല. ഇതാണ് ഇബ്നു ബത്തയുടെ അൽ ഇബാന. അഹ്ലുസുന്നയുടെ നേതാവാണ്, ഹിജ്റ 300-ൽ ജീവിച്ചവരാണ്. അദ്ദേഹം എഴുതിയ കിതാബ് അൽ ഇബാന ഞങ്ങൾ അംഗീകരിക്കുന്നു. അതേപോലെ ഇമാം ലാലിക്കായി അഹ്ലുസുന്നയുടെ വലിയ പണ്ഡിതനാണ്. അഹ്ലുസുന്ന അഖീദ പഠിപ്പിക്കാൻ എഴുതിയ കിതാബ ഇഅ്തിഖാദു അഹ്ലുസുന്നത്തി വൽ ജമാഅ. കണ്ടോ, ഇഅ്തിഖാദു അഹ്ലുസുന്നത്തി വൽ ജമാഅ, അഹ്ലുസുന്ന വൽ ജമാഅയുടെ അഖീദയാണ്. ഞങ്ങൾ അംഗീകരിക്കുന്നു 100%. ഒരു ഹർഫ് ഒഴിവാക്കാനില്ല. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അങ്ങനെ? ഇതാ നേതാക്കന്മാർ അഹ്ലുസുന്നയുടെ. ഇബ്നു തൈമിയ ഇല്ലാന്ന് വിചാരിക്കുക, ഇവിടെ ഒന്നും സംഭവിക്കാനില്ല. ഇബ്നു തൈമിയ പുതിയ വിശ്വാസം പഠിപ്പിച്ചിട്ടില്ല. ഇവരൊക്കെ പഠിപ്പിച്ച വിശ്വാസത്തെ അതേപടി ഒരു സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന നവോത്ഥാന പ്രവർത്തനമാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയും ഇമാമുദ് ദഅവ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹും ഒക്കെ പഠിപ്പിച്ചത്. സമസ്തക്കാർ പറയട്ടെ, ഇതേപോലെ ഹിജ്റയുടെ ആദ്യ നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട എത്ര കിതാബുണ്ട്? ഒരു കിതാബ് എടുത്തു പറയട്ടെ, ഞങ്ങൾക്കും ഇത് അംഗീകരിക്കാൻ പറ്റുമെന്ന് പറയട്ടെ. ഇല്ല സഹോദര, പറയാൻ കഴിയില്ല.